നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വദ്കുർ ഇസ്മാഈല വൽയസഅ വദൽ കിഫ്ൽ വകുല്ലും മിനൽ അഖിയാർ എന്ന ആയത്താണ് വിശദീകരിച്ച് വന്നത് അല്ലേ. നമ്മളവിടെ വദ്കുർ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർക്കുക. നമ്മളതിൻ്റെ ബന്ധം പറഞ്ഞു. പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളാണ് പറഞ്ഞതല്ലേ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് നാബത്ത്, ഖൈദാർ അല്ലെങ്കിൽ ഖൈദാർ എന്നീ രണ്ട് മക്കൾ പ്രസിദ്ധരാണ്. അറബ്യൻ ഹിജാസിൽ അറബികൾ ചെന്നു ചേരുന്നത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ഈ രണ്ട് മക്കളിലൂടെയാണ് എന്ന് ചരിത്രം. നാബത്തിലൂടെയും ഖൈദാറിലൂടെയും. ഈ ഖൈദാറിൻ്റെ സന്താന പരമ്പരയിലാണ് അദ്നാൻ. വേറെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അറേബ്യയിലുള്ള എല്ലാ ഗോത്രങ്ങളും പിന്നെ ഇസ്മായിലിൻ്റെ സന്താന പരമ്പരയിലുള്ളവരാണെന്നല്ല. അദ്നാനികൾ, അതേപോലെ തന്നെ മറ്റു ചില അറേബ്യൻ ഗോത്രങ്ങൾ പ്രമുഖർ അദ്നാനികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അദ്നാനിയാണ്. കാരണം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ ഖൈദാറിൻ്റെ സന്താന പരമ്പരയിലാണ് അദ്നാനും ഖൈദാറിനും ഇടയിൽ ധാരാളം ആളുകളുണ്ട്, പലരും ഉണ്ട്. പക്ഷേ അവരുടെ പേരും പരാമർശമാണ് ചരിത്രത്തിൽ. പക്ഷേ അത് കൃത്യമായിട്ട് പരാമർശിക്കപ്പെട്ടില്ല. എന്നാൽ അദ്നാൻ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പിതാക്കന്മാർ, അദ്നാൻ്റെ മകൻ മുഅദ് അല്ലെങ്കിൽ മുഅദ്, പിന്നെ മുഅദിൻ്റെ മകൻ നിസാർ, മനസ്സിലായില്ലേ? ഇതിലൂടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, പിന്നെ ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഅയ്യ്, ഗാലിബ്, ഫിഹർ, ഇങ്ങനെ ഉള്ള പിതാക്കന്മാർ. അദ്നാൻ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരുണ്ടല്ലോ, അവരിലൊക്കെ കുറേ ഗോത്രങ്ങളുണ്ട്. അവരൊക്കെ അദ്നാനികളാണ്. കഹ്താനികളും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിൽ എന്താണ് ബന്ധം? കഹ്താനികൾ അടിസ്ഥാനം യമനിലാണ് അല്ലേ. കഹ്താൻ എങ്ങനെയാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഹ്താനികളായിട്ട് ബന്ധം? അദ്നാനികളും കഹ്താനികളല്ലേ. അറബികളിൽ വലിയ കുറേ അറേബ്യൻ ഗോത്രങ്ങൾ വലിയൊരു ജനസഞ്ചയത്തെ ചേർക്കുന്നത് അദ്നാനികളിലേക്കാണ്. അതിലേറെ വലിയൊരു ജനസഞ്ചയത്തെ ചേർക്കുന്നത് കഹ്താനികളിലേക്കാണ്. കഹ്താൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ സാമിൻ്റെ ഒരു പിന്നെ പേരക്കുട്ടിയായിട്ടാണ് ഈ കഹ്താനി വരിക. യാറൂബ് ബിൻ കഹ്താൻ. കഹ്താനികളിലാണ് ജുർഹും യമനിൽ നിന്ന് വരുന്ന ഗോത്രമാണ്, മനസ്സിലായില്ലേ? ഈ കഹ്താൻ്റെ സന്താന പരമ്പരയിലാണ് ജുർഹും ഗോത്രം യമനിൽ നിന്ന് വരുമ്പോഴാണ് ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പാർപ്പിച്ച് അവിടെ പിന്നെ സംസം നിർഗളിച്ച് പിന്നെ ആ സംസമിൻ്റെ പിന്നെ സാന്നിധ്യത്തിൽ ഈ പക്ഷികൾ പറക്കുന്നത് കണ്ട് ഈ ജുർഹും ഗോത്രം ആ വഴിയെ പോകുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത് ശ്രദ്ധയിൽപ്പെട്ട് പിന്നെ അവിടേക്ക് വരുന്നത്. അപ്പോഴാണ് ഇസ്മായിലിനെ പരിചയപ്പെടുന്നത്, ഹാജറിനെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ജുർഹും ഗോത്രത്തിൽ നിന്ന് ആര് കല്യാണം കഴിക്കുന്നത്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിക്കുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അടിസ്ഥാനപരമായിട്ട് കഹ്താനിയല്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണല്ലോ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇറാഖുകാരനാണ്, കെൽദാനിയാണ്. പിന്നെ ഈ കെൽദാനികൾ യമനികളാണെന്ന് പറഞ്ഞിട്ട് വേറൊരു വിഷയമുണ്ട്. ഏതായാലും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ ഭാര്യ ജുർഹും ഗോത്രക്കാരിയാണ്, അവർ കഹ്താനിയത്താണ്. അപ്പോൾ രണ്ട് ഭാര്യമാരെ സ്വീകരിച്ചിട്ടുണ്ട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്നിനെ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർദ്ദേശിച്ചതനുസരിച്ച് ഒഴിവാക്കിയിട്ട് പിന്നെയാണ് ഒരു ജുർഹുമിയത്തിനെ കല്യാണം കഴിക്കുന്നത്. അതിലാണ് നാബത്തും ഖൈദാറൊക്കെ മക്കളായിട്ടുണ്ടാണത്. ഓക്കെ, തയ്യും. ഈ ഖൈദാറിൻ്റെ സന്താന പരമ്പരയിൽ അദ്നാൻ എന്ന് പറയുമ്പോൾ ഈ അദ്നാനിലേക്ക് ചേർത്ത് അദ്നാനികൾ എന്ന് പറയുമ്പോൾ പിന്നെ ഇവർക്ക് ഈ അദ്നാനികൾ കാര്യമായിട്ട് ബന്ധമുണ്ട്. ഉമ്മയുടെ മാർഗ്ഗേണ കഹ്താനികളോട് ബന്ധമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്നാനികളായാലും കഹ്താനികളായാലും ഇതൊക്കെ ഒരു കേന്ദ്രത്തിലേക്കാണ് ചെന്ന് ചേരുന്നത്. പക്ഷേ ഈ ഗോത്രപരമായിട്ടുള്ള പക്ഷപാതിത്വങ്ങൾ
ഗോത്രപരമായിട്ടുള്ള പക്ഷപാതിത്വങ്ങൾ ഭയങ്കര വിഷയങ്ങളാണ്, ഭയങ്കര പ്രശ്നങ്ങളും സങ്കീർണതകളാണ് പിന്നെ തീർത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നബിയായി നിയോഗിതമാകുമ്പോൾ ഗോത്രത്തിൻ്റെ പേരിലുള്ള തമ്മിത്തല്ലും പെരുമ പറച്ചിലുമാണ്. ഗോത്രത്തിൻ്റെ പേരിൽ പെരുമ പറച്ചിലും തമ്മിത്തല്ലുമാണ്. പറയുമ്പോൾ അന്വേഷിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു വാപ്പാൻ്റെ മക്കളാണ്. ഇപ്പം ഔസ് ഖസ്റജ് ഗോത്രം, ഔസ് ഖസ്റജ് ഗോത്രം ഇവരാരാ? അൻസാരികളാരാ? അദ്നാനികളാ കഹ്താനികളാ? കഹ്താനികളാണ്. ഔസ് ഖസ്റ അൻസാരികളൊക്കെ ആരാണ്? കഹ്താനികളാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാരാണ്? അവർ അദ്നാനികളാണ്. അദ്നാനികളാണ്. മനസ്സിലായില്ലേ? ഈ ഔസ് ഖസ്റജ് ഗോത്രം അവരൊരു വാപ്പാനും ഉമ്മാനും മക്കളാണ്. ഖൈല ബിന്ത് കാഹിൽ, അതേപോലെ തന്നെ ഒരു സാലബ, ഇവരുടെ മക്കളാണ് പിന്നെ ഔസും ഖസ്റജും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരിക്കലും തമ്മിലൊക്കാത്ത രീതിയിൽ തമ്മിൽ തച്ചുകൊണ്ടുള്ള ഒരു ടീമാണ്. ഭയങ്കരമായിട്ട് യുദ്ധങ്ങൾ, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ഇങ്ങനെയാണ്. ഇതേപോലെ തന്നെയാണ് അദ്നാനികളും പരസ്പരം പിന്നെ ഒരു ചരിത്രമുണ്ട്. പിന്നെ ഒരു ഷാസ് എന്ന് പറയുന്ന വ്യക്തി കൊല്ലപ്പെട്ടപ്പോൾ ആ ഷാസിൻ്റെ വാപ്പുണ്ട് ഒരു സുഹൈർ. ആ സുഹൈർ അവർ ബനു അബസ് ഗോത്രക്കാരാണ്. ഈ അദ്നാൻ ഗോത്രത്തിലെ ഉപഗോത്രമാണ് ഈ പിന്നെ അബസികൾ. അപ്പോൾ ഈ പിന്നെ സുഹൈർ അൽ അബസി പിന്നെ തൻ്റെ മകൻ ഷാസിനെ കൊന്ന ഗോത്രക്കാർ അവർ ഖനവികളാണ്. ബനു ഖനി ഗോത്രം, ഖനവികൾ. ഈ ഖനവികളിൽ കൊന്നത് സാലബ ഇബ്നുൽ അജ്ദ അൽ ഖനവി എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൊന്നത്. അബസ് ഗോത്രത്തിലെ ഒരു മെമ്പർ. ഇയാൾ മകനെ കൊന്ന ഖനവികളുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, നിങ്ങളിൽ ഒരാളാണ് എൻ്റെ മകൻ ഷാസിനെ കൊന്നത്, അതുകൊണ്ട് ഞാൻ പ്രതിക്രിയക്ക് വന്നാണ്. കൂടെ കുറേ ഈ അബസികളിൽപ്പെട്ട ഫുർസാൻ കുതിരപ്പടയാളികളായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നായിട്ട് ഇവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മകന് വേണ്ടിയിട്ട് പ്രതികാരം ചോദിച്ചു. അപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്ത്, നിങ്ങൾ എന്താണോ അപേക്ഷിക്കുന്നത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, നമ്മൾ തമ്മിൽ രക്തം ചിന്തണ്ടെന്ന് പറയുമ്പോൾ ഇയാൾ പറയണം, ഒന്നുകിൽ എൻ്റെ മകനെ ഖബറിൽ നിന്ന് ജീവനോടെ പുറത്തെടുക്കണം, ജീവൻ മകന് കൊടുത്തിട്ട് ഖബറിൽ നിന്ന് പുറത്തെടുക്കണം. ഈ സുഹൈർ അബസി പറയണം, ഷാസിനെ ഖബറിൽ നിന്ന് എടുത്തിട്ട് ജീവൻ കൊടുക്കണം. അല്ലെങ്കിൽ മടി ഇങ്ങനെ കാണിച്ചിട്ട് പറയാണ്, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ മുഴുവൻ ഈ മടിയിലേക്ക് ഇട്ട് തരണം, കൊണ്ടുവന്നിടണം. അതില്ല എങ്കിൽ ബനു ഖനവികളിലെ എല്ലാ ആണുങ്ങളെയും എൻ്റെ മകന് പകരം എനിക്ക് കൊല്ലണം. ഒരാൾക്ക് പകരം എല്ലാ ആണുങ്ങളെയും കൊല്ലുക, ഖനവികളെ മുഴുവൻ കൊല്ലുക, 3-1. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞ് ഒരാളെയാണ് കൊന്നത്, അപ്പോൾ ഒരാൾക്ക് തത്തുല്യമായിട്ട് ഒരാളെ കൊല്ലാം. കൊന്ന ആളുടെ ആരാണ്? സാലബ ഇബ്നുൽ അജ്ദ ആണ്. അയാളെ കൊല്ലാം. 10 ദിയയും തരാം, കൊലയാളിയെ തരാം കൊല്ലാൻ, തിരിച്ചു കൊല്ലാൻ. പിന്നെ 10 ദിയയും തരാം. 10 ദിയ എന്ന് പറഞ്ഞാൽ എന്താ? 10 ആളെ കൊന്നതിനുള്ള ബ്ലഡ് മണി 100 ഒട്ടകങ്ങൾ വീതം തരാം എന്ന് പറയണം. അപ്പോൾ 1000 ഒട്ടകവും തരാമെന്നാണ്. അപ്പോൾ ഇയാൾ പറയാണ്, സുഹൈറുൽ അബസി പറയാണ്, പിന്നെ എൻ്റെ മകൻ എന്താ ഒട്ടക, ഞാൻ എൻ്റെ മകന് പകരം പിന്നെ നിങ്ങളടുത്ത് നിന്ന് പകരം ഇറച്ചി ചോദിക്കാൻ എൻ്റെ മകന് ഒട്ടക. പിന്നെ മാത്രമല്ല, ഞാൻ സാലബനെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മകൻ ഷാസിന് തുല്യമാകില്ല. ഞങ്ങൾ അബസികളാണ്, നിങ്ങളെ ഖനവികളാണ്, അതുകൊണ്ട് ഒരിക്കലും തുല്യമാകില്ല. എൻ്റെ മകൻ ഷാസിന് പകരം നിങ്ങളിലെ എല്ലാ ആണുങ്ങളെയും കൊല്ലണം എന്ന് പിന്നെ അയാൾ വാശി പിടിച്ചു എന്നാണ്. എന്നിട്ട് പിന്നെ അതാണ് ചരിത്രപ്രസിദ്ധമായ ഖത്തഫാൻ അബസ്, ബനു അബസ് ഗോത്രം തമ്മിലുള്ള യുദ്ധം. മനസ്സിലായേ? ഖത്തഫാൻ ഒന്നിച്ചു, അബസ് ഗോത്രം ഈ പിന്നെ ഒന്നിച്ചു, അവർ ഇതായിട്ട് നീണ്ട യുദ്ധം നടന്നതാണ്. ആ യുദ്ധത്തിൽ സാലബയും കൊല്ലപ്പെട്ടു, ഈ സുഹൈറും കൊല്ലപ്പെട്ടു. അല്ലേ? ഒരു ഗോത്രം അവർ പിന്നെ ജാഹിലിയത്തിൽ അദ്നാനികളിൽപ്പെട്ടവരാണ് ഇവർ. മനസ്സിലായി? ബനു ആമിർ, ബനു അബസ്, അതേപോലെ തന്നെ ബനു ഖനി, ഈ ഖത്തഫാൻ ഗോത്രങ്ങളൊക്കെ ഈ അറേബ്യൻ ഉപദ്വീപിൽ പ്രസിദ്ധരായ ഗോത്രങ്ങളാണ്. മനസ്സിലായില്ലേ? ഈ പിന്നെ ഈ ഖനവിയെ കൊന്നൊരു ചരിത്രമുണ്ട്. ഖനവി സാലബ ഇബ്നു അൽ അജ്ദ അൽ ഖനവി ഈ സുഹൈറുൽ അബസിയുടെ മകൻ ഷാസിനെ കൊന്ന കഥ തന്നെ ഈ സുഹൈർ അതിൻ്റെ ഒരു മകളെ പിന്നെ അന്നത്തെ ഹീറ രാജാവായ മുന്തിർ ബിൻ നുഅ്മാന് കല്യാണം കഴിച്ചിരുന്നത്. അപ്പോൾ സുഹൈറിൻ്റെ മകൾ പിന്നെ മുന്തിർ രാജാവിൻ്റെ ഭാര്യയാണ്, രാജ്ഞിയാണ് അവിടെ. അപ്പോൾ ഈ ഷാസ് പിന്നെ ഹീറയിൽ പെങ്ങളെ കാണാൻ വേണ്ടി പോയതാണ്, അളിയൻ രാജാവാണ്. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു, ആ ഷാസിന് നിറച്ച് പിന്നെ ഇത് കൊടുത്തതാണ്, ഈ സുഗന്ധദ്രവ്യങ്ങൾ, അമ്പറും മിസ്കും ധാരാളം രാജകൊട്ടാരത്തിൽ നിന്ന് സമ്മാനിച്ചു എന്നാണ്. അപ്പോൾ ആ പിന്നെ രാജകൊട്ടാരത്തിലെ അമ്പറും മിസ്കും സമ്മാനം ഏറ്റിയിട്ടാണ് ആര് വരുന്നത്? ഈ ഷാസ് വരുന്നത്. ഷാസ് വന്ന്
പിന്നെ വരുമ്പോൾ ഹീറയിൽ നിന്ന് പിന്നെ തൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ ആ വഴിയിലാണ് ബനു അബസ് ഗോത്രമുള്ളത്, പിന്നെ ബനു ഖനി, ഇങ്ങനെ ഈ ഗോത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇയാളെടുത്ത് സുഗന്ധം മണക്കുന്നത് കണ്ടപ്പോൾ, അതും രാജകൊട്ടാരത്തിലെ സുഗന്ധമാണ്, അപ്പോൾ അതിന് ഭയങ്കര പരിമളമാണ്. അപ്പോൾ കണ്ടപ്പോൾ എന്ത് ചെയ്ത്, ഈ സാലബ ഇബ്നുൽ അജ്ദ അൽ ഖനവി അമ്പെയ്ത് വീഴ്ത്തി, എന്നിട്ട് അത്ര മുഴുവൻ കൊണ്ട് ഇയാളെന്ത് ചെയ്തു, ഈ ഷാസിന് അവിടെ മണൽ കുഴിച്ചിട്ട് അതിൽ കുഴിച്ചിടുകയും ചെയ്ത്. അതല്ലേ, ഈ ഷാസിൻ്റെ കൂടെ ആളുകളുണ്ടായിരുന്നു, പക്ഷേ സ്വന്തം നാടിനോട് അടുത്തപ്പോൾ എന്ത് ചെയ്തു, പാപ്പാനെ തൻ്റെ ആഗമനം അറിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കൂടെയുള്ളവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഷാസ് ഒറ്റപ്പെട്ടപ്പോഴാണ് എന്ത് ചെയ്തത്, ഇയാൾ ഇത് കൊന്നിട്ട് കുഴിച്ചിട്ടത്. ഷാലബ മകൻ എത്രയായിട്ടും വരുന്നില്ല. സുഹൈർ അബസി വളരെ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് മകൻ്റെ ആഗമനം, പക്ഷേ വരുന്നില്ല. അപ്പോൾ മകനെ തിരഞ്ഞു നോക്കുമ്പോൾ ഒരു വിവരമില്ല. ഇന്നത്തെ മാതിരിയല്ല അന്നത്തെ കാലം, മരുഭൂമിയിലൊക്കെ എത്രയോ അന്വേഷിച്ചിട്ട് കിട്ടില്ല. അപ്പോൾ ഈ സുഹൈറുൽ അബസി എന്ത് ചെയ്യാണ്, സുലാമ എന്ന് പറയുന്ന തൻ്റെ ഒരു പരിചാരികയെ, ഒരു ജാരിയത്തിനെ, വൃത്തിയെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ്. എങ്ങനെ വിടുന്നത്, ഒരൊട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വാങ്ങി, പിന്നെ ഒരൊട്ടകപ്പുറത്ത് തന്നെ ഈ മാംസമൊക്കെ തയ്യാറാക്കിയിട്ട് ഈ സുലാമയെ വിടുകയാണ്. എവിടെയൊക്കെ വിടുന്ന അറിയോ, ഇവൻ വന്ന വഴിയുള്ള ഗോത്രങ്ങളിലേക്ക്, ബനു ആമിർ, ബനു അബസ്, ബനു ഖിന, ഈ ഗോത്രങ്ങളൊക്കെ ഉള്ളത് അവിടേക്ക് വിടുകയാണ്. എന്നിട്ട് ഈ സുലാമയോട് പറയാണ്, എൻ്റെ മോളെ കെട്ടിക്കണം, അപ്പോൾ എനിക്കെന്ത് വേണം, നല്ല ഈ സുഗന്ധദ്രവ്യം വേണം, നല്ല സുഗന്ധദ്രവ്യം വേണം, മോളെ കല്യാണം കഴിച്ചു വിടാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഈ മാംസം തരാം, അതിന് പകരം സുഗന്ധം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ സുലാമനെ വിടുന്നത്. അങ്ങനെ സുലാമ ചെന്നു, ബനു ആമിറിൽ ചെന്നു, പിന്നെ ബനു അബസിലെ ആളുകളിൽ ചെന്ന്, പിന്നെ ബനുൽ ഖനി അവിടെ ചെന്ന്, ഖനവികളുടെ അടുക്കൽ ചെന്ന്. അപ്പോൾ ഈ നമ്മളെ ഘാതകൻ ഉണ്ടല്ലോ സാലബൻ്റെ ഭാര്യൻ്റെ പേര് മിൻഷം എന്നാണ്, മിൻഷം എന്ന് പറയും. ഈ മിൻഷമിൻ്റെ അടുക്കലും വിളിച്ചെന്നെത്തി. എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊന്നും അത്തറൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ മാംസം വേണ്ട. പക്ഷെ മിൻഷമിൻ്റെ അടുത്തെത്തിയപ്പോൾ മിൻഷം പറഞ്ഞ് ഇവിടെ അത്തറുണ്ട്, എനിക്ക് മാംസം വേണം. അപ്പോൾ അത്തറ് കൊടുത്തപ്പോൾ, മാംസത്തിനുള്ള അത്തറ് കൊടുത്തപ്പോൾ ഭയങ്കര മണം. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, മിൻഷമിനോട് ചോദിക്കുകയാണ്, ഈ സുലാമ എവിടുന്ന് കിട്ടി ഈ അത്തർ, ഇത്ര പരിമളമുള്ള ഒരു അത്തർ എവിടുന്ന് കിട്ടി, ഇത് രാജകീയമായിട്ടുള്ള ഒരു അത്തറാണല്ലോ. അപ്പോൾ അവൾ പറയുകയാണ്, ഇങ്ങനെ എൻ്റെ ഭർത്താവ് കൊണ്ടുവന്നതാണ്, മനസ്സിലല്ലേ. അപ്പോൾ ഈ സ്ത്രീകളുടെ സംസാരം ഉണ്ടല്ലോ, അത് പിന്നെ നിയന്ത്രണം വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം പൊളി. അപ്പോൾ അതെന്ത് ചെയ്ത്, ഇവൾ ഈ കഥ ഒന്നായിട്ട് പറഞ്ഞ് സുലാമയോട് പറഞ്ഞ് മിൻഷം, ഇത്ര മിൻഷം എന്ന് പറയും. ഇങ്ങനത്തെ ഇടകൂടങ്ങൾ ചെന്ന് ചാടുന്നവരെ കുറിച്ച് അറബികൾ പറയുന്നതാണ് മിൻഷമിൻ്റെ വിത്തർ പോലെയെന്ന്. കാരണം അതുകൊണ്ട് കുറേ കേസ് തെളിയുന്നുള്ള അർത്ഥത്തിൽ. ഏതായാലും ഇവൾ ഈ അത്തറിൻ്റെ വിഷയം ഉറപ്പിച്ചിട്ട് ഇവൾ വേഗം അവിടുന്ന് വിട്ട്, സുലാമ വിട്ടിട്ട് അവിടെ ചെന്നിട്ട് പറയാണ്, ആരോട്, സുഹൈറുൽ അബസിയോട് ചെന്നിട്ട് പറയാണ്, നിങ്ങളെ മകളെ വധിച്ചത് പിന്നെ ബനു ഖനി, ഖനവികളിൽപ്പെട്ട സാലബ അൽ അജ്ദ ആണ് എന്ന് പറയണം. അപ്പോൾ ആ വിവരം കേട്ടപ്പോഴാണ് പിന്നെ സുഹൈർ ഇളകുന്നത്, സുഹൈറുൽ അബസി ഇളകുന്നത്. മനസ്സിലായി, തൻ്റെ ഗോത്രത്തിലുള്ള എല്ലാ കുതിരപ്പടയാളികളും കൂട്ടിയിട്ട് പിന്നെ വരികയാണ് എവിടേക്ക്, ഖനവികളുടെ അടുക്കിലേക്ക്. എന്നിട്ട് പറയാണ്, എൻ്റെ മകൻ ഷാസിനെ കൊന്ന ഘാതകി ഇവിടെ നിങ്ങളുടെ ഗോത്രത്തിലുണ്ട്. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ അവർക്ക് ഖനവികൾക്ക് യാതൊരു നിർവാഹമില്ല. അപ്പോഴാണ് ഖനവികൾ ഇനി എന്ത് വേണം എന്ന് പറയുന്നത്. അവർ പറയാണ്, നിങ്ങളെ മകനെ കൊന്ന, ഷാസിനെ കൊന്ന സാലബ അൽ അജ്ദ അൽ ഖനവി ഉണ്ട്, അയാൾ വിട്ടുതരാം പ്രതിക്രിയക്ക്. അവർ സമ്മതിക്കില്ല. അപ്പോൾ പറയാണ്, അയാളെയും വിട്ടുതരാം, 10 ദിയയും തരാം, 10 ദിയ, 10 ആൾക്കുള്ള ബ്ലഡ് മണിയും തരാം. അവർ പറയണില്ല, എന്താ വേണ്ടത്? അപ്പോഴാണ് മറ്റേ സുഹൈർ പറയണത്, ഒന്നുകിൽ ഷാസിനെ ഖബറിന്ന് ജീവനോടെ പുറത്തെടുത്ത് തരിക, അല്ലെങ്കിൽ ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ മുഴുവൻ മടിക്കൊണ്ടെന്നിടുക, സമ്മാനിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഇത് രണ്ടും നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം. അപ്പോൾ ആൾ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഇത് തരാമെന്ന് പറയാനില്ല, നിങ്ങൾ ഖനവികളിലെ എല്ലാ ആണുങ്ങളെയും തരണം, ഷാസിന് പകരം ഞാൻ എന്ത് ചെയ്യും, അവരെ ഒന്നായിട്ട് കൊല്ലും എന്ന് പറയണം. അപ്പോൾ നടക്കില്ല. അപ്പോൾ പിന്നെന്തായി, യുദ്ധമായി. യുദ്ധത്തിൽ വലിയ രക്തച്ചൊരിച്ചിലുണ്ടായി. സുഹൈർ കൊല്ലപ്പെട്ടു, സാലബ കൊല്ലപ്പെട്ടു, കുറേ ആളുകൾ കൊല്ലപ്പെട്ടു, നീണ്ട യുദ്ധങ്ങൾ നടന്നതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നെ അത് ഈ അദ്നാൻ്റെ സന്താന പരമ്പരയിലുള്ള അന്നത്തെ അറബികളുടെ ഒരവസ്ഥയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നമ്മൾ സൂറത്ത് ഇസ്രായിൽ പറഞ്ഞില്ലേ, എന്ത്, ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, ഖത്ലിൽ ഇസ്രാഫ് പാടില്ല, ഖത്ലിൽ ഇസ്രാഫ് പാടില്ല എന്ന് പറയാൻ കാരണം ഇതാണ്, ശരിയല്ലേ. കൊന്ന ഗോത്രം നോക്കും, മനസ്സിലല്ലേ, പിന്നെ കൊല്ലപ്പെട്ട ഗോത്രവും നോക്കും, മനസ്സിലായി. അത് കെടൊത്തിട്ടില്ല എങ്കിൽ പിന്നെ
അവൾ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നായിട്ട് പിന്നെ കൊലയാണ്, അല്ലെങ്കിൽ പിന്നെ അതിന് സമ്മതിച്ചിട്ടില്ല എങ്കിൽ പരസ്പരം നീണ്ടകാല യുദ്ധങ്ങളാണ്. പിന്നെ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവിടെ ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, ഈ ഖത്ലിൽ ഇസ്രാഫ് പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഉണർത്തുന്നത്. ഏതായാലും നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അദ്നാനികളായാലും കഹ്താനികളായാലും ഇനി അദ്നാനികളിൽപ്പെട്ട ഉപഗോത്രങ്ങളായാലും കഹ്താനിൽപ്പെട്ട ഉപഗോത്രങ്ങളായിട്ടുണ്ടെങ്കിലും ഒക്കെ ചെന്ന് ചേരേണ്ടത് എന്താണ്? ഒരു കേന്ദ്രത്തിലേക്കാണ്. ഇപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ഖൈദാറിലേക്കാണ് ആര് ചെല്ലുന്നത്? പിന്നെ അദ്നാൻ്റെ പിതൃപരമ്പര ചെന്ന് ചേരുന്നത്. അദ്നാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ഗോത്രങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ മക്കയിൽ ഉദയം ചെയ്യുന്ന സന്ദർഭത്തിൽ ഖുറൈശിൽ എത്ര ഉപഗോത്രമാണ്? ഖുറൈശൊക്കെ അദ്നാനാണല്ലോ. ഖുറൈശിൽ തന്നെ ബനു മഖ്സൂം ഉണ്ട്, പിന്നെ ബനുൽ അസദ് ഉണ്ട്, ബനുൽ ജമഹ് ഉണ്ട്, ബനു സഹ്ം ഉണ്ട്, ബനു തൈം ഉണ്ട്, ബനു അദി ഉണ്ട്, പിന്നെ ബനു ഹാഷിം ഉണ്ട്. മനസ്സിലല്ലേ? ഇതൊക്കെ ഖുറൈശിൻ്റെ ഉപഗോത്രങ്ങളാണ്. ഇതൊക്കെ ചെന്ന് ചേരുന്നതൊക്കെ ഇതേപോലെ പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്കാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോഴുള്ള അവസ്ഥ എന്താ? ബനു ഹാഷിമിൽ നിന്ന് നബി വന്നു. അപ്പോൾ ബനു മഖ്സൂമിലാണ് ഖാലിദ് ബിനുൽ വലീദ്, അബൂ ജഹൽ, പിന്നെ വലീദ് ബിനുൽ മുഗീറ, ഇങ്ങനത്തെ ഇവരൊക്കെ ബനു മഖ്സൂമാണ്. മനസ്സിലല്ലേ? ബനു ഹാഷിമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. അപ്പോൾ പിന്നെ അവർ മത്സരത്തിലാണ്. അതുകൊണ്ടാണ് പിന്നെ ബനു ഹാഷിമിൽ നിന്ന് നബി വന്നപ്പോൾ മിസ്വറ ബനു മഖ്സൂം ഗോത്രക്കാരാണ്. അപ്പോൾ അമ്മാവൻ ഖാലിദ് പിന്നെ അബൂജഹലിനോട് ചോദിക്കുകയാണ്, മുഹമ്മദിനെ ഇതുവരെ നിങ്ങൾക്ക് പരിചയമില്ല, 40 വർഷമായിട്ട് മുഹമ്മദ് നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങളിപ്പോൾ പറയുന്ന അദ്ദേഹം കെദാബ്, കളവ് പറയുന്നവനാണ്. നിങ്ങൾ ഇതുവരെ കെദീബിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കണത്. കെദീബ് പറഞ്ഞിട്ടുണ്ടെന്നല്ല, പിന്നെ കെദീബ് പറയുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അബൂജഹൽ എന്താ പറയുന്നത്? യബ്ന ഉഖ്തി, മരുമകനെ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങളും ബനു ഹാഷിമും നഹ്നു എന്ന് പറഞ്ഞാൽ ബനു മഖ്സൂം, പിന്നെ ബനു ഹാഷിമും കുന്നാക്ക ഫറസ റിഹാൻ, മത്സരിച്ച് ഓടുന്ന 2 കുതിരകളെപ്പോലെ ഒപ്പം ഞങ്ങൾ പോവുകയായിരുന്നു എന്നാണ്. എന്തിനാണ് മത്സരിച്ച് ഓടുന്നത്? ഈ ഫഖറിൻ്റെ വിഷയത്തിൽ. കുടുംബ മഹിമയിൽ ബനു ഹാഷിമാണോ ബനു മഖ്സൂമാണോ മുന്തി നിൽക്കുന്നത്, അതിൽ ഞങ്ങൾ ഒപ്പം മത്സരിച്ചു പോവുകയാണ്. അപ്പോൾ ബനു ഹാഷിം 100 ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 100 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. അവർ 100 ആളുകൾക്ക് സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 100 കുടുംബത്തിന് സേവനം ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒപ്പം മത്സരിച്ച് പോവുകയാണ്. മനസ്സിലായി? ഈ ഫഖറിന് വേണ്ടിയിട്ട്, തറവാടിത്തത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അവർ പറയുന്നത് ഫീനാ നബിയും, ഞങ്ങളിൽ ഇതൊരു നബി വന്നിരിക്കുന്നു. അപ്പോൾ അബൂജഹൽ പറയാണ്, ഫമത്താൻ ഉദരിക്കു ഹാദി, ഞങ്ങൾക്ക് എന്നാ ഒരു നബിനെ കിട്ടുക, അവരോടൊപ്പം കിടക്കുക, അതുകൊണ്ട് സമ്മതിക്കണ പ്രശ്നമല്ലാന്ന് കണ്ട. അപ്പോൾ ഒരു പിന്നെ കുടുംബത്തിലുള്ള മെമ്പർമാരുടെ പിന്നെ ഈ മത്സരം, വാശി, മനസ്സിലായി? അതാണ് നമ്മളവിടെ കാണുന്നത്. ഏതായാലും അറേബ്യൻ ഗോത്രങ്ങൾ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുമ്പോൾ വളരെയധികം കലിപ്പിലും അതേപോലെ തന്നെ ഇങ്ങനത്തെ വാശിയിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലു അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളും ചെലവഴിച്ചാലും നിങ്ങൾക്ക് അവരുടെ ഹൃദയത്തെ ഇണക്കാൻ സാധിക്കുമായിരുന്നില്ല. വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും, അള്ളാഹുവാണ് അവർക്കിടയിൽ എന്തുണ്ടാക്കിയത്? തൈലീഫ്, ഇണക്കം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ വിഷയം. ഏതാണ് നമ്മളിവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിലാണ് ഈ അദ്നാനികൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആര്? ജുർഹും ഗോത്രക്കാരിയാണ്. ആരാണ്? കഹ്താനിയത്തായ മഹദിയാണ്. ഒരു ചരിത്ര സന്ദർഭോചിതമായിട്ട് നമ്മൾ ഇവിടെ അനുസ്മരിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വദ്കുർ ഇസ്മാഈല വല്യസഅ വദൽ കിഫ്ൽ വകുല്ലും മിനൽ അഖിയാർ. ഇവിടെ ഇസ്മായിലിനെ ഓർക്കുക. നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ ചില പാഠങ്ങൾ ഇവിടെ പറഞ്ഞു. വല്യസ, ഈ അല്യസ എന്നുള്ളത് അദ്ദേഹം ഇലി ലയസ്സ, ഇങ്ങനെ ഇതിന് വായനുണ്ട്. ഇലി ലയസ്സ എന്ന് വായനുണ്ട്, അല്യസ എന്നും വായനുണ്ട്. അലി അൽ കിസായിയും ഹംസ അൽ കുഫി അദ്ദേഹവും അവരുടെയൊക്കെ ഖിറാഅത്തിൽ ഇലി ലയസ്സ എന്നാണ്. അല്യസ എന്നുള്ളതിന് ഇലിയഷ എന്ന്, സീനിന് പകരം ഷീനായിട്ടുള്ള ഉച്ചാരണമാണ് നമ്മൾ ഇതിൽ ചില പിന്നെ വേദങ്ങളിലുള്ള വായന. ഏതായാലും ഈ അല്യസ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു ഷാത്താബ് എന്ന് കാണാം. അദ്ദേഹം ഒരു കർഷകനായിരുന്നു. തീഹോം എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്ത് അല്യസ പ്രവാചകൻ്റെ നിയോഗമുണ്ടായത്. ഇദ്ദേഹം ഇല്യാസ് പ്രവാചകൻ
ഇല്യാസ് പ്രവാചകൻ്റെ പിൻഗാമിയായി, ആദ്യം സഹായിയായി പിന്നീട് പിൻഗാമിയായി. ഇല്യാസ് പ്രവാചകനാണ് ഈലിയ പ്രവാചകൻ. ഈലിയ മരീലിയാസ് എന്ന് പറയും, ഈലിയ എന്ന് പറയും. ആ പ്രവാചകനാണ് ഇലിയാസ്. ഈലിയ പ്രവാചകൻ്റെ കാലത്ത് ഈ ആഹാബ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. ഈ ആഹാബ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലത്താണ് ഇല്യാസ് പ്രവാചകൻ. ഇല്യാസ് പ്രവാചകൻ്റെ കാലത്ത് ഒരു കർഷകനായിരുന്നു അല്യസാർ. പക്ഷെ അദ്ദേഹം ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വലിയ സഹായിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇല്യാസിൻ്റെ കാലശേഷം ആഹാബിൻ്റെ മകൻ തീഹോം എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലത്ത് പ്രവാചകനായി നിയുക്തനായ വ്യക്തിയാണ് അല്യസാർ എന്ന് പറയുന്ന പ്രവാചകൻ. അദ്ദേഹം സാമുറ എന്ന് പറയുന്ന ദേശത്ത് പിൽക്കാലത്ത് മരണപ്പെടുകയുണ്ടായി. സാമുറയിലാണ് അദ്ദേഹം മറമാടപ്പെട്ടത് എന്നൊക്കെ ചില തഫ്സീറുകളിൽ വായിക്കാം. ഈ ദുൽകിഫിൽ ഇതേപോലെ കിഫിൽ എന്നെന്താ പറയുക? ദുൽകിഫിൽ എന്ന് പറഞ്ഞാൽ കിഫിലുള്ളവൻ എന്നാണ്. കിഫിൽ എന്ന് എന്തിനാ പറയുക? ലഹു കിഫിലും മിൻഹ എന്ന് പറയില്ലേ? കിഫിലും മിൻഹ. കിഫിൽ എന്ന് പറഞ്ഞാൽ ഓഹരിയാണ്, നസീബ് ഓഹരി, വിഹിതം. നസീബിനാണ് കിഫിൽ എന്ന് പറയാം. അപ്പോൾ ദുൽകിഫിൽ എന്ന് പറഞ്ഞാൽ ദുൻ നസീബ്, ഓഹരിയുള്ളവൻ, വിഹിതമുള്ളവൻ എന്നാണ്. അപ്പോൾ ഇവിടെ ദൽകിഫിൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനപ്പേരാണ് എന്നുള്ളതാണ്. സ്ഥാനപ്പേരാണ്. ആ സ്ഥാനപ്പേര് കൊണ്ട് അലങ്കരിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ചിലർ ഇവിടെ പറഞ്ഞ ഇതേപോലെ ഇല്യാസ് പ്രവാചകൻ്റെ സ്ഥാനപ്പേരാണ്. ചിലർ പറഞ്ഞല്ല, ജക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്ഥാനപ്പേരാണ്. ചിലർ പറഞ്ഞ യൂഷ പ്രവാചകൻ്റെ സ്ഥാനപ്പേരാണ് ഈ ദുൽകിഫിൽ എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദുൽകിഫിൽ എന്നുള്ള ഈ പേര്, സ്ഥാനപ്പേര് ഇദ്ദേഹത്തിന് നൽകപ്പെട്ടത്? ദുൻ നസീബ്, ഒരു ഭാഗ്യമുള്ളവൻ എന്നാണല്ലോ. ഭാഗ്യമുള്ളവൻ എന്ന അർത്ഥത്തിൽ ദുൽകിഫിൽ എന്നുള്ള പേര് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് നൽകപ്പെട്ടു? തഫ്സീറുകളിൽ വായിക്കുന്നത് അല്യസ പ്രവാചകൻ്റെ പിന്മുറക്കാരനായിട്ടാണ് ദുൽകിഫിൽ വന്നത്. അതൊരു അഭിപ്രായമാണ് ദുൽകിഫിൽ വന്നത്. പിന്നെ ദുൽകിഫിൽ പ്രവാചകന് ശേഷം പ്രവാചകത്വം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഈ ദുൽകിഫിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മുമ്പ് വന്ന പ്രവാചകൻ ആരാണോ ആ പ്രവാചകൻ്റെ തുടർച്ചയായിട്ട് പ്രവാചകത്വത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, അത് വല്യസാണെന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ഇനി ഏത് പ്രവാചകനാണ് ആ പ്രവാചകൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരാണ് തൻ്റെ ജനതയിലുള്ളത് എന്നുള്ളൊരു അന്വേഷണം ഉണ്ടായി. മനസ്സിലല്ലേ? അതിൽ ഒരു ദിവ്യമായിട്ടുള്ള ഒരു വെളിപാടും വന്നു എന്നുള്ളതാണ്, വഹയും വന്നു എന്നാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ നിങ്ങളുടെ അനുയായികൾ ആര് എന്നുള്ളത് അന്വേഷിക്കാൻ പറഞ്ഞു പ്രവാചകനോട്. അപ്പോൾ പ്രവാചകൻ ആളെ കൂട്ടിയിട്ട് ആളുകളോട് ചോദിച്ചു, മൂന്ന് കാര്യങ്ങൾ എന്നിൽ നിന്ന് ഏറ്റെടുക്കുകയാണ് എങ്കിൽ. ഈ കിഫിൽ എന്നുള്ളത് കെഫാലത്ത്, അതിൽ നിന്നാണ്. കെഫാലത്ത് ഉണ്ടല്ലോ, കെഫീലൊക്കെ നിന്നാണ്. അപ്പോൾ ഈ ചുമതല ഏൽക്കുക എന്നുള്ളൊരിതുണ്ടല്ലോ. അപ്പോൾ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്ക് പ്രവാചകത്വത്തിൻ്റെ പദവി ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ആ മൂന്ന് കാര്യം? അത് ആ പ്രവാചകൻ ആളുകളോട് പറഞ്ഞത്: ഒന്ന് ഖിയാമുൽ ലൈൽ, രാത്രിയിൽ നമസ്കാരം; രണ്ട് സിയാമുൻ നഹാർ, പകലിലെ നോമ്പ്; മൂന്ന് ലാ തഗ്ബബ്, ദേഷ്യപ്പെടരുത്. പ്രത്യേകിച്ച് ആളുകൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുമ്പോൾ ദേഷ്യം ഉണ്ടാവരുത്. ഈ മൂന്ന് കാര്യങ്ങൾ ഏൽക്കാൻ തയ്യാറുള്ളവർക്ക് പ്രവാചകത്വത്തിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഒരു യുവാവ് വരികയും അദ്ദേഹം ആ ചുമതല ഏൽക്കുകയും ചെയ്തു. മനസ്സിലായി? അത് അദ്ദേഹം കൃത്യമായി പുലർത്തുകയും ചെയ്തു. രാത്രി നമസ്കാരം, പകലിലെ നോമ്പ്, പിന്നെ ഈ ദേഷ്യപ്പെടുകയില്ല എന്നുള്ള മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ഏറ്റെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുൽകിഫിൽ എന്ന പേര് വരികയുണ്ടായത് എന്നാണ്. മനസ്സിലായി? ചിലർ പറഞ്ഞത്, ചില തഫ്സീറുകളിൽ ഈ ദുൽകിഫിൽ എന്നുള്ളത് സ്ഥാനപ്പേര് തന്നെയാണ്. പക്ഷേ ആ പേര് കിട്ടാൻ കാരണം 100 തവണ ഒരു ദിവസം നമസ്കരിക്കുമായിരുന്നു എന്നാണ്. മനസ്സിലായി? ആ 100 തവണ നമസ്കരിക്കുകയും ആ നമസ്കാരത്തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണവും കാരണത്താൽ അദ്ദേഹത്തിന് നൽകിയ ഒരു സ്ഥാനപ്പേരാണ് ഈ ദുൽകിഫിൽ എന്നാണ്. മറ്റു ചില തഫ്സീറുകളിൽ വായിച്ചത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ധാരാളം മക്കൾ, നമ്മൾ 14 മക്കളെ കുറിച്ച് പറഞ്ഞില്ലേ, 7 ആണും 7 പെണ്ണും. ഇതിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളിൽ ഒരാൾക്ക് മാത്രമാണ് പ്രവാചകത്വം കിട്ടിയത്. അതൊരു ഭാഗ്യമാണല്ലോ.
എല്ലാ മക്കൾക്കും ലഭിച്ചില്ല, ഒരാൾക്ക് മാത്രം പ്രവാചകത്വം ലഭിച്ചു. അതുകൊണ്ടാണ് ദുൽകിഫിൽ എന്ന് പറഞ്ഞാൽ ദുന്നസീബ്, ഭാഗ്യമുള്ളവൻ എന്ന അർത്ഥത്തിൽ ആ മകന്, അയ്യൂബ് നബിയുടെ ഒരു മകൻ, നുബുവത്ത് ലഭിച്ച മകൻ, അതാണ് ദുൽകിഫിൽ. ഇങ്ങനെ പറഞ്ഞവരുണ്ട് തഫ്സീറുകളിൽ. ഈ ദുൽകിഫിൽ എന്നുള്ളത് ഒരാളുടെ പേരാണോ? അതല്ല, അതൊരു സ്ഥാനപ്പേരാണോ? ഇനി ഈ ദുൽകിഫിൽ എന്ന് പറയുന്നത് ഒരു നബിയാണോ അല്ലേ? ഇങ്ങനെയൊക്കെ സംസാരങ്ങളുണ്ട്, തഫ്സീറുകളിൽ വിവരണങ്ങളുണ്ട്. എന്തായാലും ഞാൻ ആ തഫ്സീറുകളിൽ വായിച്ച കാര്യങ്ങൾ ഞാനിവിടെ കേൾപ്പിച്ചു എന്ന് മാത്രം, വളരെ ചുരുക്കി. അല്യസവ എന്നുള്ളതും ഒരു മാതൃകാ വ്യക്തിത്വമാണ്, പ്രവാചകനാണ്. ദൽകിഫിൽ എന്നുള്ളതും മാതൃകാ പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വദ്കുർ ഇസ്മാഈല വല്യസഅ വദൽകിഫിൽ. ഇസ്മായിലിനെ ഓർക്കുക, അല്യസഅനെ ഓർക്കുക, ദൽകിഫിലിനെയും ഓർക്കുക. ക്ഷമയുടെ പാഠം പഠിക്കുന്നതിന് വേണ്ടി എന്നാണ്. സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറയുന്നുണ്ട്, വ ഇസ്മാഈല വ ഇദ്രീസ വദൽകിഫിൽ കുല്ലും മിനസ് സാബിരീൻ എന്ന്. വ ഇസ്മായിൽ, അതുപോലെ വ ഇദ്രീസ് വദൽകിഫിൽ, അവരൊക്കെ ആരായിരുന്നു? കുല്ലും മിനസ് സാബിരീൻ എന്നാണ്. എല്ലാവരും ക്ഷമാലുക്കളായിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ക്ഷമയുടെ വിഷയത്തിൽ അനുകരണീയരായ വ്യക്തികളാണ് ആര്? ഇസ്മായിൽ, ദൽകിഫിൽ. അവിടെ അലിയസാനെ കുറിച്ച് പറഞ്ഞില്ല, അവിടെ ഇദ്രീസ് എന്നുള്ളതാണ് പറഞ്ഞത്. മനസ്സിലായോ? ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ പ്രവാചകന്മാരെ അനുസ്മരിച്ച്, അവരുടെ ക്ഷമയെ അനുസ്മരിച്ച് ക്ഷമാപൂർവ്വം വർത്തിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, കൽപ്പിക്കുകയാണ്. അവരുടെ ഉത്തമ ഗുണങ്ങൾ പുൽകുവാൻ, സ്വീകരിക്കുവാൻ കൽപ്പിക്കുകയാണ് ഇവിടെ ഈ വചനങ്ങളിൽ. അള്ളാഹു തുടർന്ന് പറയുന്നു, വകുല്ലും മിനൽ അഖിയാർ, വകുല്ലുൻ, അവരെല്ലാവരും. അവിടെ കുല്ലുൻ എന്നുള്ളിടത്ത് ഈ തൻവീനുൽ ഇവളാണ്. വകുല്ലുഹും, ഇവർ എല്ലാവരും, ഇസ്മായിൽ, അലിയസാ, ദൽകിഫിൽ, ഇവരെല്ലാവരും മിനൽ അഖിയാർ. മിനൽ അഖിയാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പറഞ്ഞില്ല, അഖിയാർ ഖൈറുള്ള, ഉത്തമരായ വ്യക്തിത്വങ്ങളാണ്, വിശിഷ്ടരായ വ്യക്തികളാണ്. വകുല്ലും മിനൽ അഖിയാർ വദ്കുർ ഇസ്മാഈല വല്യസഅ വദൽകിഫിൽ വകുല്ലും മിനൽ അഖിയാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹാദാ ദിക്റുൻ വഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ് ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ് മുത്തഖീന ഫീഹാ യദ്ഊന ഫീഹാ ബിഫാകിഹത്തിൻ കസീറ വശറാബ് വഇൻദഹും ഖാസിറാത്തു ത്വറഫി അത്റാബ് ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ് ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്. ഹാദാ ദിക്റുൻ, ഹാദാ ദിക്റുൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിക്റാകുന്നു എന്നുള്ളതാണ്. ദിക്ർ എന്നുള്ളത് സനാഇന് പറയും, പ്രശംസ, അതുപോലെ മദ്ഹ് എന്ന് പറയും. ദിക്ർ എന്നുള്ളത് പിന്നെ ഉത്ബോധനത്തിന് പറയും, തദ്കിറ, മുഇളത്ത്. അപ്പോൾ ഹാദാ ദിക്റുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാദാ ദിക്റുൻ, ഇത് ദിക്റാകുന്നു. എന്ത് ദിക്റാകുന്നു? പ്രശംസ. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര നബിമാരെ കുറിച്ച് പറഞ്ഞു? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞ്, പിന്നെ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, ഇസ്മായിൽ, വല്യസഅ, ദുൽകിഫിൽ അലൈഹിമുസ്സലാം, ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഹാദാ ദിക്റുൻ, ഇത് പ്രശംസയാകുന്നു, അതേപോലെ തന്നെ നല്ല വർണ്ണനയാകുന്നു. പിന്നെ ഹാദാ ദിക്റുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാദാ വഅദുൻ, ഉപദേശമാകുന്നു. രണ്ട് നിലക്കും അർത്ഥം പറയാം. ഹാദാ ദിക്റുൻ, ഇത് പ്രശംസയും വർണ്ണനയുമാകുന്നു. വ ഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്, ഇത് മാത്രമല്ല, ഈ പ്രശംസയും ഈ പറയപ്പെട്ട വർണ്ണനയും മാത്രമല്ല, പിന്നെയോ വ ഇന്ന ലിൽ മുത്തഖീൻ, തീർച്ചയായും മുത്തഖീങ്ങൾക്കുണ്ട്. വാവ് അത്ഫിൻ്റെ വാവ് എന്നും ഹാലിൻ്റെ വാവ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. രണ്ടും നമുക്ക് അർത്ഥം പറയാം. ഇന്ന ലിൽ മുത്തഖീൻ, തീർച്ചയായും മുത്തഖീങ്ങൾക്കുണ്ട്. ലഹുസ്ന മആബ്, ലഹുസ്ന മആബ്, മആബ് എന്ന് പറഞ്ഞാൽ മടക്കം, ഹുസ്ന മആബ് എന്ന് പറഞ്ഞാൽ നല്ല മടക്കം. ല എന്നുള്ളത് ഇവിടെ ബലപ്പെടുത്താനാണ്, തീർച്ചയായും എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇന്നലിൽ മുത്തഖീൻ, തീർച്ചയായും മുത്തഖീങ്ങൾക്കുണ്ട് ലഹുസ്ന മആബ്, നല്ല പര്യവസാനം, നല്ല മടക്കം. ദുനിയാവിൽ നിന്ന് പാരത്രിക ലോകത്തേക്കുള്ള സുന്ദരമായ മടക്കം അത് മുത്തഖീങ്ങൾക്കുണ്ട് എന്ന് പറയണം. ഇവിടെ വാവ് അത്ഫിൻ്റെ വാവാകുമ്പോൾ ഹാദാ ദിക്റുൻ, ഇത് ഈ പ്രവാചകന്മാർക്കൊക്കെയുള്ള വർണ്ണനയും പ്രശംസയുമാകുന്നു. ഈ പ്രശംസയും വർണ്ണനയും മാത്രമല്ല, പിന്നെയോ വ ഇന്നലിൽ മുത്തഖീന ലഹുസ്ന മആബ്, മുത്തഖീങ്ങൾക്ക് നല്ല മടക്കവും ഉണ്ട്, തീർച്ചയായും നല്ല
മടക്കവും ഉണ്ട്. കേവലം പേരും പെരുമയും പ്രശസ്തിയും പ്രശംസയും മാത്രമല്ല, പിന്നെയോ നല്ല പരലോകത്തേക്കുള്ള മടക്കവും ഉണ്ട് എന്നർത്ഥം. വാവുൽ ഹാലാകുമ്പോഴോ മുത്തഖീങ്ങൾക്ക് നല്ല മടക്കം ഉണ്ട് എന്നിരിക്കെ ഹാദാ ദിക്റുൻ, ഇത് പ്രശംസയാകുന്നു, അല്ലെങ്കിൽ ഇത് ഉപദേശമാകുന്നു, സാരോപദേശമാകുന്നു, വഅദാകുന്നു എന്നർത്ഥം. ഈ ലഹുസ്ന മആബ്, നല്ല മടക്കം എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ബയാൻ അതാണിത്. ജന്നാതി അദിനിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. ജന്നാതി ആദിനിൻ, എന്താ ജന്നാത്തു ആദിൻ? അതിനെന്താ? അതിന് പറഞ്ഞാൽ ഇഖാമത്താണ്. ഇഖാമത്ത് സ്ഥിരവാസം. ജന്നാത്തി ആദിനിൻ എന്ന് പറഞ്ഞാൽ സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ. സ്വർഗത്തോപ്പുകൾ ജന്നാത്ത് എന്നാണ്. ജന്നത്തല്ല, ജന്നാത്ത്. ജന്നത്ത് ജന്നാത്തുകളാണ്, സ്വർഗം ജന്നാത്ത് തോപ്പുകളാണ്, സ്വർഗീയ തോപ്പുകളാണ്. അപ്പോൾ സ്ഥിരവാസത്തിൻ്റെ ജന്നാത്ത്, അതാണ് ഈ ഹുസ്നു മആബ് എന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഹുസ്നു മആബിനെ ബയാൻ ചെയ്യാനാണ് ഈ പ്രയോഗം. അപ്പോൾ വഇന്നലിൽ മുത്തഖീൻ, തീർച്ചയായും മുത്തഖീങ്ങൾക്കുണ്ട് ലഹുസ്ന മആബ്, നല്ല മടക്കം. ആ നല്ല മടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജന്നാത്തി ആദിനിൻ, നിത്യവാസത്തിൻ്റെ സ്വർഗത്തോപ്പ്, അത് ഏറ്റിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതിലേക്കുള്ള മടക്കമാകുന്നു. മരണപ്പെടുമ്പോൾ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്, അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് മടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? മുത്തഖീങ്ങളെ മലക്കുകൾ സ്വാഗതം മോദിയിട്ട് സ്വീകരിക്കുക. തയ്യബ്. പിന്നെ പരലോകത്തെത്തി മടങ്ങിയെത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലല്ലേ, അവിടെ സ്വർഗാണ്. സ്വർഗാണ്. ആ സ്വർഗം എങ്ങനെ? അതാണ് മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്. മുഫത്തഹത്തൻ ലഹും, അവർക്കായി തുറക്കപ്പെട്ടിട്ടുണ്ട്. മുഫത്തഹത്തൻ, തുറക്കപ്പെട്ട അവസ്ഥയിൽ, ലഹും, അവർക്കായി, ഈ മുത്തഖീങ്ങൾക്കായി. എന്തിന്? അൽ അബ്വാബ്. അൽ അബ്വാബ് എന്ന് പറഞ്ഞാൽ അവിടെ അൽ അബ്വാബാണ്. അബ്വാബ് എന്താ? അബ്വാബ് വാതിലുകളാണ്, വാതിലുകളാണ്. ഇവിടെ ഈ അല്ല്, ആ അല്ല് അത് തഅരീഫിനാണോ അതല്ല അത് ബദലായിട്ടാണോ എന്നുള്ളതാണ് തഫ്സീറുകളിലെ സംസാരം. ബദലാകുമ്പോൾ ഈ അല്ല് എന്നുള്ളത് അബ്വാബുഹ മുഫത്തഹത്തൻ ലഹും, അവർക്കായി തുറക്കപ്പെട്ട അവസ്ഥയിൽ. അൽ അബ്വാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്വാബുഹ, സ്വർഗത്തിൻ്റെ വാതിലുകൾ, അതിൻ്റെ വാതിലുകൾ. അപ്പോൾ അതിൻ്റെ എന്നുള്ളതിന് ഇവിടെ എന്താ? ഈ ഹ എന്നുള്ളതിന് പകരം അല്ല് ബദലായി വന്നതാണ്. അപ്പോൾ ഈ അല്ല് ബദലിൻ്റെ അല്ല് എന്ന് പറയും. അതല്ല, ഈ അല്ല് എന്നുള്ളത് അൽ അബ്വാബ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ എന്ന ഒരു താരീഫിന് വേണ്ടിയിട്ടാണ് രണ്ട് നിലക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജന്നാത്തി ആദിനിൻ, നിത്യവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ, മനസ്സിലെ, അതിലേക്കാണ് മുത്തഖീങ്ങളുടെ മടക്കം, നല്ല മടക്കം. മുത്തഖീങ്ങൾക്ക് നല്ല മടക്കമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തഖീങ്ങൾക്ക് ജന്നാത്തി ആദിനുണ്ട് എന്നാണ് അതിനർത്ഥം. എങ്ങനെ? മുഫത്തഹത്തൻ ലഹും, അവർക്കായി തുറക്കപ്പെട്ട നിലയിൽ. എന്തിന്? അൽ അബ്വാബ്, സ്വർഗീയ കവാടങ്ങൾ. എന്താ അതിലൊരു ഈ മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഫത്തഹത്തൻ എന്ന് പ്രയോഗിച്ച്? തുറക്കപ്പെട്ട നിലയിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് എത്ര കവാടങ്ങളാണ്? 8 കവാടങ്ങൾ. ഇന്നൽ ജന്നത്തി സമാനിയത്ത് അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ 8 കവാടങ്ങളും തുറക്കപ്പെട്ട അവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അതായത് നമ്മൾ ഒരിടത്തേക്ക് ചെല്ലുകയാണെങ്കിൽ മനസ്സിലായില്ലേ, നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, നമുക്ക് ഒരിടത്തേക്ക് സ്വീകരണമുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് അവിടെ ഹൃദ്യമായ സ്വാഗതമാണ്, സ്വീകരണമാണ്, നമുക്ക് കയറി ചെല്ലാം എന്നുള്ളതാണ്. അതേസമയം അടക്കപ്പെട്ടാണെങ്കിൽ നമ്മൾ എന്തിനും പുറത്ത് വെയിറ്റ് ചെയ്യണം, വരുവോളത്തിന് തുറക്കണം, മുട്ടി വെക്കണം, വിളിച്ചു പോകണം. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാർഹരെ മുത്തഖീങ്ങളെ വളരെ ഹൃദ്യമായിട്ടാണ് സ്വർഗത്തിലേക്ക് സ്വീകരിക്കുക എന്നതിൻ്റെ ഒരു പ്രകടനമാണിത്. മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്. പിന്നെ എന്തെങ്കിലും നഷ്ടപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും പോയിപ്പോകും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിലാണല്ലോ അടച്ചിട്ടുണ്ട്, മനസ്സിലല്ലേ. അവിടെ നിർഭയത്താണ്, എല്ലാം നിർഭയത്താണ്, സമാധാനമാണ്. അതുകൊണ്ട് തന്നെ തുറക്കപ്പെട്ട നിലയിലാണ് സ്വർഗലോകത്തെ കവാടങ്ങൾ തുറക്കപ്പെട്ട നിലയിലാണ് സ്വർഗത്തിലേക്ക് ആളുകൾ മുത്തഖീങ്ങൾ വരുമ്പോൾ സ്വർഗത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. ഏതായാലും അതൊക്കെ കുറേ പാഠങ്ങളുള്ള പ്രയോഗങ്ങളാണ്. ജന്നാത്തി അദ്നി മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ് മുത്തഖീന ഫീഹ. മുത്തഖീൻ, ചാരിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അവർ,
ആര്? ഈ മുത്തഖീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ മുത്തഖീൻ അവർ ചാരിയിരിക്കുന്നവരായിരിക്കും ഫീഹ അതിൽ സ്വർഗത്തിൽ യദ്ഊന ഫീഹ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്. യദ്ഊന ഫീഹ എന്താ യദ്ഊന ഫീഹ? യദ്ഊന ഈ ദഅ അതിനുശേഷം ബി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രയോഗമാണ്. യത്ലുബു എന്ന അർത്ഥത്തിലാണ്, തലബ എന്ന അർത്ഥത്തിലാണ്. ദഅ അതിനുശേഷം ബി. ഇവിടെ യദ്ഊന ഫീഹ ബി ഫാകിഹത്തിനാണ്. അപ്പോൾ യദ്ഊന ബി ഉണ്ട്, മനസ്സിലായി? അപ്പോൾ യത്ലുബൂൻ ഫീഹ അവർ പിന്നെ സ്വർഗത്തിൽ ആവശ്യപ്പെടും. യദ്ഊന ഫീഹ സ്വർഗത്തിൽ അവർ ആവശ്യപ്പെടും. യത്ലുബൂൻ എന്താവശ്യപ്പെടും? ബിഫാകിഹത്തിൻ കസീറ. ഫാകിഹത്തിൻ കസീറ എന്ന് പറഞ്ഞാൽ ധാരാളം ഫാകിഹത്ത് പഴങ്ങൾ. അതേപോലെ വശറാബ്. ഷറാബ് എന്താ? പാനീയമാണ്. പാനീയം. എന്തിനാ ധാരാളം ഫാകിഹത്ത് എന്ന് പറഞ്ഞ്? നമ്മൾ ഭൗതിക ലോകത്ത് പിന്നെ നമുക്ക് എത്ര വിഭവങ്ങളുണ്ടെങ്കിലും ഫാകിഹത്ത് അത് വൈവിധ്യമാർന്ന ഫാകിഹത്ത്, മനസ്സിലായി? അത് യഥേഷ്ടം ഒരാൾക്ക് വേദികളിൽ ലഭിക്കുക എന്നുള്ളതും കിട്ടുക എന്നുള്ളതുമില്ല, മനസ്സിലായി? മറ്റു വിഭവങ്ങളെ അപേക്ഷിച്ച് ഫാകിഹത്ത് അതിനിപ്പോൾ എത്ര വലിയ ധന്യമായ സദസ്സാണെങ്കിലും അതിനെന്തുണ്ട്? ഒരു പരിമിതിയുണ്ട്. പക്ഷേ സ്വർഗ്ഗലോകത്ത് എന്തില്ല? അങ്ങനെ ഒരു പരിമിതിയില്ല. യദ്ഊന ഫീഹ ഈ മുത്തഖീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ആവശ്യപ്പെടും ബിഫാകിഹത്തിൻ കസീറ ധാരാളം ഫാകിഹത്ത്. അതുകൊണ്ടാണ് ഫാകിഹത്തുമായി ബന്ധപ്പെട്ട് ഇതല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഫാകിഹത്തിൻ കസീറ, മനസ്സിലല്ലേ? പിന്നെ അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ യമീൻ പിന്നെ ഫി സിദ്രിൻ മഖ്ദൂദ് വതൽഹിം മംദൂദ് വളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ഫാകിഹത്തിൻ കസീറ ഇങ്ങനെ പ്രയോഗങ്ങൾ വേറെയും കാണാൻ സാധിക്കും. അതാണ് ഫാകിഹത്തിൻ കസീറത്തിൻ. അതേപോലെ വശറാബ്. ഷറാബ് എന്താ? ഷറാബ് പാനീയാണ്, അല്ലേ? പാനീയാണ്. ഇവിടെ ഈ ഷറാബ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രത്യേക പാനീയാണോ? അല്ലേ? തൻവീൻ പ്രയോഗിച്ചു. തൻവീൻ തഅളീമിൻ്റെ തൻവീനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹനീയ പാനീയാണ്, മഹനീയമായ പാനീയാണ്. സ്വർഗത്തിൽ വൈവിധ്യമാണ്, പാനീയങ്ങളുടെ വൈവിധ്യമാണ്, അല്ലേ? ഫിഹ അൻഹാറും മിമ്മാഇൻ ഗൈരി ആസിൻ കലർപ്പില്ലാത്ത വെള്ളത്തിൻ്റെ ആറുകളാണ്. അതേപോലെ തന്നെ പിന്നെ മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശാരിബീൻ കുടിക്കുന്നവർക്ക് ടേസ്റ്റുള്ള രുചികരമായ മദ്യത്തിൻ്റെ പിന്നെ നദികളാണ്. അതേപോലെ തന്നെ പിന്നെ വൻഹാരി മിൻ ലബനിൻ മുസഫൻ തെളിഞ്ഞ തേനാറുകളാണ്. അതേപോലെ മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ ഫിഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിനിൻ വ അൻഹാറും മിൻ പിന്നെ വൈവിധ്യമാർന്ന പാനീയങ്ങളാണ്. പിന്നെ ആ പാനീയങ്ങളൊക്കെ മഹനീയമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ മദ്യത്തിൻ്റെ ചഷകങ്ങൾ, മദ്യമാകുന്ന പാനീയം എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷറാബ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല. സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വലിയ പിന്നെ അനുഗ്രഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ പാനീയങ്ങളുടെ വൈവിധ്യവുമുണ്ട്. യദ്ഊന ഫീഹാ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്. സ്വർഗത്തിൽ അവർ ആവശ്യപ്പെടും ഫാകിഹത്തുൻ കസീറയെയും അതേപോലെ ഷറാബിനെയും. വഇൻദഹും ഖാസിറാത്തു തർഫി അത്റാബ്. വഇൻദഹും എന്താ? ഈ മുത്തഖീങ്ങളുടെ സമക്ഷത്തിൽ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും ഖാസിറാത്തു തർഫ്. ഖാസിറാത്തു തർഫ് എന്ന് പറഞ്ഞെങ്കിൽ ദൃഷ്ടി നിയന്ത്രിക്കുന്ന ഇണകൾ. ഖാസിറാത്തു തർഫ് ദൃഷ്ടി നിയന്ത്രിക്കുന്ന സ്ത്രീകൾ. അത്റാബ് അവർ സമപ്രായക്കാരായിരിക്കും. അത്റാബ് എന്തിനാ ഈ ഖാസിറാത്തു തർഫ് എന്ന് പറഞ്ഞത്? ഖാസിറാത്തു തർഫ് അപ്പോൾ അത് പിന്നെ ദുനിയാവിലുണ്ടായിരുന്ന സ്വർഗത്തിൽ സാന്നിധ്യം അരുളപ്പെട്ട സ്ത്രീകളാകട്ടെ, മഹദികളാകട്ടെ, അതല്ല ഇനി സ്വർഗീയ സ്ത്രീകളാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഏതായാലും അവർക്ക് ഖാസിറാത്തു തർഫ് എന്നെന്തിനാണ് അവർക്ക് പറഞ്ഞ സിഫത്ത് വർണ്ണന? അല്ലേ? ഖാസിറാത്തു തർഫ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ദൃഷ്ടി നിയന്ത്രിക്കുന്നവരെന്നാണ്. എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ദൃഷ്ടി എന്ത് ചെയ്യില്ല, പിന്നെ മറ്റുള്ളവരിലേക്ക് പോവില്ല എന്നുള്ളതാണ്. ആരാണ് തങ്ങളുടെ ഇണകൾ അവരിൽ പരിമിതപ്പെടുമെന്നാണ് എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ സ്നേഹവും അവരുടെ ഇഷ്ടവും തങ്ങളുടെ ജീവിത സഖികളിൽ അല്ലെങ്കിൽ തങ്ങളുടെ സഖികളിൽ പരിമിതപ്പെടും എന്നുള്ളതാണ്. സ്നേഹം മറ്റൊന്നിലേക്ക് പോവാത്ത വിധം പിന്നെ തൻ്റെ ഇണയിൽ അത് പരിമിതപ്പെടും എന്നുള്ള അർത്ഥത്തിൽ ദുനിയാവിൽ ഈ പിന്നെ ഒന്നടങ്ങ് എല്ലാവരെയും
കണ്ണെട്ടും എല്ലാവരെയും നോക്കി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം അവരുടേത് പകുക്കപ്പെടുന്ന ഭാവിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. മനസ്സിലായി? അതേസമയം ദൃഷ്ടി നിയന്ത്രിക്കുന്ന സ്ത്രീകൾ എന്തിനാണ് ദൃഷ്ടി നിയന്ത്രിക്കുന്നത്? തനിക്ക് അർഹപ്പെട്ടതിൽ അവരുടെ വികാരം അത് നിയന്ത്രിതമാകുന്നതിന് വേണ്ടിയാണ്. തറഫ് നടക്കണമെങ്കിൽ ദൃഷ്ടി. കവി പറഞ്ഞില്ലേ, ഫൗഹ ഇലൈഹ തറഫു അന്നി ഉഹിബ്ബുഹ ഫഅസ്സറ ദാകൽ വഹ്യു ഫീ വജനാതിഹ. ദൃഷ്ടി അവളെ നോക്കി എന്നിട്ട് അവൾക്ക് ദൃഷ്ടി ബോധനം നൽകി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ആ ദൃഷ്ടിയുടെ ഇന്നി ഉഹിബ്ബുഹ എന്നുള്ള ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ദൃഷ്ടിയുടെ വർത്തമാനം അത് അവളുടെ കവിൾ തടത്തിൽ സ്വാധീനിച്ചു എന്ന് പറഞ്ഞില്ലേ. തറഫ് എന്ന് പറഞ്ഞെങ്കിൽ ദൃഷ്ടി, കണ്ണ്. ഏതായാലും ഐന്ദഹും ഖാസിറാത്തു തറഫ്, ആ സ്ത്രീകൾ അവരുടെ അടുക്കൽ ഖാസിറാത്തു തറഫ് ഉണ്ട്. അത്രാബ്, അവർ ആരാണ്? അത്രാബാണ്, സമപ്രായക്കാരായ. തിർബ് അത്രാബ് എന്ന് പറയും. അത്രാബ് വയസ്സുകൊണ്ട് ഒത്ത ആളുകൾക്ക്. തറായിബ് എന്ന് പറയും. തറായിബ് ആയിരിക്കും പറയുക? ഈ വാര്യലിനാണ് പറയുക. യഖ്റുജു മിൻ ബൈനി സുൽബി വ തറായിബ്. സുൽബിൻ്റെയും തറായിബിൻ്റെയും ഇടയിൽ നിന്ന് നിർഗളിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്രവിക്കപ്പെടുന്ന ബീജത്തെക്കുറിച്ച് പറഞ്ഞില്ലേ. തറായിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ തറായിബ് ഇതാണ്, ഈ മാറല്ലിനാണ് പറയുക അല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ എല്ലുകളൊക്കെ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഈ അത്രാബ്. മനസ്സിലായി? ഒരേ പ്രായത്തിലുള്ള എന്നുള്ള അർത്ഥത്തിൽ. വഇന്ദഹും ഖാസിറാത്തു തറഫി അത്രാബ്. ഹാദാ മാ തുഅദൂൻ ലിയൗമിൽ ഹിസാബ്. ഹാദാ മാ തുഅദൂൻ. തുഅദൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. മാ തുഅദൂൻ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്ന യാതൊന്ന്, വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. ഹാദാ മാ തുഅദൂൻ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നതാകുന്നു ഇത്. ഏത്? ഈ ജന്നാത്തി അദ്നിൻ മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ് മുത്തക്കിഈന ഫീഹാ യദ്ഊന ഫീഹാ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ് വഇൻദഹും ഖാസിറാത്തു തർഫി അത്റാബ്. ഇത് മാ തുഅദൂൻ ലിയൗമിൽ ഹിസാബ്. യൗമുൽ ഹിസാബിന് നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നതാകുന്നു ഇത്. യൗമുൽ ഹിസാബ്, യൗമുൽ ഖിയാമ, പരലോകം. പരലോകത്തിന് പല പേരുകളാണ്. യൗമുൽ ജംഅ്, യൗമുൽ ഹിസാബ്, യൗമുൽ തഗാബുൻ, യൗമുൽ വഈദ്, യൗമുൽ ഫസ്ൽ, അൽ ഖാരിഅ, അൽ ഗാഷിയ, അൽ ഹാഖ, അസ്സാഖ, പല പേരുകളാണ്. അതിൽ പേരാണ് യൗമുൽ ഹിസാബ്, അതാണ് വിചാരണ. തയ്യബ്, യൗമുൽ ഹിസാബിന് നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നതാകുന്നു ഇതൊക്കെയും. അള്ളാഹു പറയാണ്, ഇന്ന ഹാദാ ലറിസ്ഖുന മാ ലഹു മിൻ നഫാദ്. ഇന്ന ഹാദാ തീർച്ചയായും ഇത് ലറിസ്ഖുന നമ്മുടെ റിസ്ഖാകുന്നു. ലറിസ്ഖുന റിസ്ക് ഈ ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾക്കാണ് പറയുക. മൈ യുൻതഫഉ ബിഹി, ആളുകൾ ഉപകരിക്കുന്ന കാര്യങ്ങൾക്കാണ് റിസ്ക് എന്ന് പറയുക. അത് റിസ്ക് സമ്പത്താകാം, സ്ഥാനമാകാം, അതേപോലെ തന്നെ ഇൽമാകാം. ഇതിനൊക്കെ റിസ്ക് എന്ന് പറയും. ആളുകൾ ഉപകരിക്കുന്നതൊക്കെ എന്താണ്? റിസ്ക്കാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന ഹാദാ ലറിസ്ഖുന, ഇത് നമ്മുടെ റിസ്ക്കാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് ഉപകരിക്കുവാൻ കനിയുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം. മാലഹു മിൻ നഫാദ്, മാലഹു അതിനില്ല തന്നെ, അതിനില്ല. മാലഹു അതിനില്ല, ഈ റിസ്ഖിന് ഇല്ല. എന്തില്ല? നഫാദില്ല. നഫാദ് പറഞ്ഞാൽ എന്താ? തീരുക, അവസാനിക്കുക. നഫാദ് തീരുക എന്നുള്ള അവസ്ഥ അതിനില്ല. അവിടെ മിന്ന് വന്ന് മാലഹു നഫാദുൻ എന്ന് പറയാതെ മാലഹു മിൻ നഫാദിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാ പറഞ്ഞത്? ഒരിക്കലും തീരൂല എന്നർത്ഥം. ഒരിക്കലും തീരൂല എന്നർത്ഥം. മാലഹു ഈ റിസ്ഖിന് ഇല്ല, മിൻ നഫാദിൻ യാതൊരുവിധ അവസാനവും അത് നശിക്കുക, തീരുക, ഇല്ലാതാവുക, അങ്ങനെ ഒരു അവസ്ഥയല്ല. ഭൗതികതയിൽ എന്തൊരു സമ്മാനമായിട്ടുണ്ടെങ്കിലും ആ സമ്മാനത്തിന് എന്തുണ്ട്? ഒരു അത് തീരുന്ന ഒരവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ അത് നശിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഈ റിസ്കിനെ സംബന്ധിച്ചിടത്തോളം മാലഹു മിൻ നഫാദ, ഇതിനൊരിക്കലും എന്തില്ല, ഒരു നഫാദ് ഇല്ല എന്നുള്ളതാണ്. അതൊരിക്കലും തീർന്നു പോകുന്ന അവസ്ഥയല്ല. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ എന്നാണ്. മുറിഞ്ഞു പോകാത്ത രീതിയിലുള്ള അജറാണ്. മനസ്സിലല്ലേ? നിലനിൽക്കുന്ന റിസ്ക്കാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇന്ന ഹാദാ ലറിസ്ഖുന മാ ലഹു മിൻ നഫാദ്. സമയമല്ലേ? നമുക്കിത് ഇതിൻ്റെ തുടർച്ചയിൽ
അള്ളാഹു സ്വർഗാർഹരെക്കുറിച്ച് പറഞ്ഞു, മുത്തഖീങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി മുത്തഖീങ്ങളല്ലാത്തവർ, പാപികൾ, അതിക്രമകാരികൾ, പിന്നെ അവർക്ക് എന്താണോ മുന്നറിയിപ്പ് അത് ഇൻഷാ അല്ലാഹ് തുടർന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.